ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പറഞ്ഞിരുന്നു കൊല്ലത്തിൻ്റെ ഒരു ഭാഗത്തോട്ട് പോകുന്ന വീഡിയോസാണ് തൽക്കാലം ഇപ്പം വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കൊല്ലം ജില്ലയുടെ ഒരു ഭാഗം നമ്മൾ നേരത്തെ കടയ്ക്കലത്തെ വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ പരവൂരിൻ്റെ വീഡിയോ ആണ്. പരവൂരോട്ട് പോകുന്ന പരവൂരപ്പോൾ നമുക്ക് ഇവിടുന്ന്, അതായത് കുണ്ട്ര ഭാഗത്ത് നിന്ന് പോകുമ്പോൾ രണ്ട് വഴിയിലൂടെ പോകാം. രണ്ട് വഴിയിലൂടെ പോകാം. പിന്നെ തീരദേശ റോഡ് കുറേ ഉണ്ട്. കൊല്ലം വഴിയും പോവാം, ചാത്തന്നൂർ വഴിയും പോവാം. അപ്പോൾ നമ്മൾ രണ്ട് വഴി, പോകുന്നത് ഒരു വഴി കൂടെയും വരുന്നത് വേറൊരു വഴി കൂടെ. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. തീരദേശ റോഡിൽ കയറിയിട്ടുണ്ട്. ഇപ്പം പരവൂരോട്ട് പോകുന്നത് തീരദേശ റോഡ് വഴിയാണ്. കൊല്ലത്തുനിന്ന് നേരെ കൊല്ലം ബീച്ച് റോഡിൽ കയറി, ബീച്ചിൻ്റെ ഇതിൽ കൂടെ തീരദേശ റോഡുണ്ട്, അതിലേക്കാണ് ഗൈസ് ഞാൻ കയറിയിരിക്കുന്നത്. ഇനി ഇവിടുന്ന് നേരെ പൊഴിക്കര വഴിയാണ്. പൊഴിക്കര വരുമ്പോൾ ഞാൻ കാണിച്ചു തരാൻ നല്ല സ്ഥലമാണ്. ഇത് തീരദേശ റോഡാണ്. ഇത് പരവൂർ വരെ നമുക്ക് തീരദേശ റോഡാണ് കേട്ടോ ഗൈസ്. അല്ലാതെ ഈ തീരദേശ റോഡിൽ കയറണമെങ്കിൽ കൊല്ലം തിരുവനന്തപുരം റൂട്ടിൽ നിന്ന് നമുക്ക് പള്ളിമുക്ക് വഴി കയറാം, കൊട്ടിയം വഴി കയറാം, മയ്യനാട് വഴി കയറാം. ഒരുപാട് വഴി കൂടെ ഈ തീരദേശ റോഡിൽ കയറാം ഹൈവേയിൽ നിന്ന്. ഞാൻ കൊല്ലം ടൗണിൽ നിന്ന് തന്നെ ബീച്ചിൽ വന്ന് അവിടെ നിന്നാണ് കയറി വന്നിരിക്കുന്നത്. അപ്പം ഗൈസ്, നല്ല അടിപൊളി ക്ലൈമറ്റും അടിപൊളി യാത്രയാണ്. ഒരുപാട് പേര് വന്ന് വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കുന്ന സ്ഥലമാണ്. കൊല്ലക്കാർക്കറിയാം, എന്നാലും ഞാൻ പുറത്തുനിന്ന് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഗൈസ് ഇത് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ റോഡൊന്ന് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് തീരദേശ റോഡ്. ഞാൻ ബീച്ച് റോഡിൽ കുറച്ച് മുന്നോട്ട് വന്ന് നിൽക്കുകയാണ്. അടിപൊളി സ്ഥലമാണ്. നമ്മളിനി ഇവിടുന്ന് പരവൂർ എത്തുന്നിടം വരെ നമ്മൾ തീരദേശ റോഡ്, ഒരു സൈഡ് തോട്, തീരദേശം അങ്ങനെ വരുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ മറ്റേ പൊഴിക്കര വരുമ്പം പുഴയുടെ അതും കായലിൻ്റെ ഇതെല്ലാം കൂടെ ചേർന്നല്ലേ, അത് കുറ്റിക്കര ആരൊക്കെ ഒഴുകി വരുന്ന സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ ഗൈസ്, ഞാൻ ഇനി അങ്ങോട്ട് ചെന്നിട്ട് പൊഴിക്കരയുടെ ഇതും കൂടെ എടുത്തിട്ട് വലിയ ലാഗാക്കുന്നില്ല ഇന്നത്തെ വീഡിയോ. ഒരു 5 മിനിറ്റിനകത്ത് നിർത്തണം. അതുകൊണ്ട് ഗൈസ് ഇത് കൊല്ലം തോടാണ് കേട്ടോ ഗൈസ്. ഞാൻ കുറച്ച് ദൂരം ഇങ്ങ് വന്നതിന് ശേഷമാണ് എടുത്തത്. കാരണം അവിടെ എല്ലാം നെറ്റ് അടിച്ചിട്ടിരിക്കുന്നതൊന്നും എടുക്കാൻ പറ്റും, ഇവിടുന്ന് എടുക്കാൻ പറ്റും കേട്ടോ ഗൈസ്. ഇത് അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. എല്ലാവരും വീഡിയോ എടുക്കാനും കാറ്റുള്ളവരൊക്കെ കൊണ്ടുവരുന്ന ഒരുപാട് സ്ഥലമായി കാണിച്ചു തരാം. കടലും പുഴയും എല്ലാം കൂടെ, അതായത് കുറ്റിക്കര ആറെല്ലാം സ്ഥലം. അടിപൊളി പ്ലേസാണ് കേട്ടോ ഗൈസ്. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴാണ് ഗൈസ് പൊഴിക്കര. അവിടെ ഈ പൊഴി മുറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഞാൻ അവിടെ കാണിച്ചു തരാം. ഈ വഴി വന്ന ഗൈസ് നല്ല മീനൊക്കെ മേടിക്കാം കേട്ടോ. വള്ളക്കാരയിൽ നിന്നൊക്കെ നമുക്ക് ഐസൊന്നും ഇടാത്ത മീനൊക്കെ മേടിക്കാം. അടിപൊളി വഴിയാണ്, യാത്ര ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ് കേട്ടോ ഗൈസ്. നമ്മൾ പൊഴിക്കര ബീച്ചിനടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് പൊഴിക്കര ബീച്ച് കേട്ടോ. ഇവിടെയും വൈകിട്ടൊക്കെ നല്ല തിരക്കൊക്കെ വരുന്ന ബീച്ചാണ്. നമ്മളിപ്പോൾ ഏകദേശം പരവൂരാവാറ്. അടിപൊളി പ്ലേസാണ് ഗൈസ്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഐസിനകത്ത് പുഴമീനും കടൽമീനും എല്ലാം വാങ്ങാം. ഇത് പൊഴിക്കരയാണ്. പുഴയാണ് ഗൈസ്. ഈ സ്പോട്ട് അടിപൊളിയാണ് കേട്ടോ. ഇവിടെ വന്ന് നിങ്ങൾക്ക് ഐസിടാത്ത മീനൊക്കെ വാങ്ങാം. ഫൈബർ ബോട്ടൊക്കെ എടുക്കുന്ന സ്ഥലമാണ്. ഇവിടെ നല്ല വലയുന്ന മീനൊക്കെ എടുക്കുന്ന സ്ഥലമാണ്. ഇത് പുഴിക്കര റൂട്ടാണ് കേട്ടോ. ഓക്കെ, ഇത് അടിപൊളി സ്പോട്ടാണ് കേട്ടോ. ഇവിടെ വലയിട്ടും ചൂണ്ടയിട്ടൊക്കെ മീൻ പിടിക്കുന്നതാണ്. നമുക്ക് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കറങ്ങി എടുക്കാൻ നല്ല വണ്ടികളൊക്കെ ഒരുപാട് വരുന്നതുകൊണ്ടാണ് അവിടെ വലയിട്ട് മീൻ പിടിക്കുന്നതാണ്. നമുക്ക് അങ്ങോട്ട് ചെന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. അവർ പറഞ്ഞിട്ടുണ്ട് അവരെ ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കരുതെന്ന്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഇങ്ങ് മാറി നിന്നായിട്ട് ഗൈസ്. അപ്പോൾ വലയിൽ നിന്ന് എടുക്കുമ്പോൾ മീനിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാം. നല്ല ഈ പുഴമീനാണ് കേട്ടോ, വലയിൽ നിന്ന് പിടിച്ച
വലയിൽ നിന്ന് ബോട്ടാണ് കേട്ടോ ഗൈസ്. അതുകൊണ്ട് ഇവിടെ ചൂണ്ടക്കാരൊക്കെ ഇരിപ്പുണ്ട്. അവിടെ ചെന്ന് നമുക്ക് ചൂണ്ട മീനൊക്കെ കിട്ടും. ചൂണ്ടക്കാരൊക്കെ അടിപൊളി സ്പോട്ട്. അതുകൊണ്ട് അത് റെയിൽവേയുടെ മീൻ വാങ്ങുന്ന സ്പോട്ടാണ് സ്പോട്ടാണ് കേട്ടോ ഗൈസ്. ഇത്. അടിപൊളി സ്പോട്ടാണ് കേട്ടോ. പുഴിക്കര ബീച്ച് കഴിഞ്ഞ് പരവൂർ റോഡിലോട്ട് വരുമ്പോഴുള്ള സ്ഥലമാണ്. എല്ലാവർക്കും വൈകുന്നേരങ്ങളിലൊക്കെ കറങ്ങാനും പോകാനൊക്കെ പറ്റിയ പ്ലേസാണ് കേട്ടോ ഗൈസ്. ഞാനിപ്പം പരവൂര് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് ചാത്തന്നൂർ റോഡിലോട്ടാണ് കയറി നിൽക്കുന്നത് ഗൈസ്. എൻ്റെ ബാക്കിലോട്ട് കാണുന്നതിന് ഒരു 100 മീറ്ററാണ് പരവൂരത്തേക്ക്. ആ വഴി നേരെ നമുക്ക് ബാക്കിലോട്ട് കിടക്കുന്ന വഴിയിൽ നമുക്ക് നേരെ ചെന്ന വർക്കല, പാരിപ്പള്ളി, ഈ പുഴിക്കര റോഡിലോട്ടുള്ള വഴികളാണ്. 100 മീറ്റർ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു റൗണ്ട് തിരിഞ്ഞ് ലെഫ്റ്റ് പറയും പരവൂര്, നേരെ വർക്കലയാണ് കേട്ടോ ഗൈസ്. പിന്നെ റൈറ്റ് നമ്മൾ വന്ന പുഴിക്കര റോഡ്, അതായത് കൊല്ലത്തോട്ടൊക്കെ തീരദേശ റോഡ്. അപ്പോൾ ഞാൻ നിൽക്കുന്നിടത്തുനിന്ന് ഫ്രണ്ടിലോട്ടാണ് ചാത്തന്നൂർ റോഡ്. ചാത്തന്നൂർ ലെഫ്റ്റ് പോയാൽ വരവൂര് റെയിൽവേ സ്റ്റേഷനാണ് കേട്ടത്. റെയിൽവേ സ്റ്റേഷനിലോട്ട് തിരിയുന്ന റോഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടുന്ന് എനിക്ക് ഒരു സ്ട്രൈറ്റ് ഞാനിപ്പം ചാത്തന്നൂരിന് ഇപ്പുറത്ത് തിരുമുപ്പ് വന്ന് കയറി ലെഫ്റ്റ് കട്ട് ചെയ്താണ് ഞാൻ പോകുന്നത് കേട്ടോ ഗൈസ്. അപ്പം പരവൂരിൽ നിന്ന് ഞാൻ തീരദേശ റോഡ് വഴി വന്നു. ഇനി ഞാൻ ഹൈവേ വഴിയാണ് തിരിച്ചു പോകുന്നത് ഗൈസ്. അപ്പം ഈ 2 വഴി കൂടെ നമുക്ക് പരവൂർ വരാം. പിന്നെ അല്ലാതെ ട്രിവാൻഡ്രം സൈഡിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ നമുക്ക് പാരിപ്പള്ളി വഴി വരാം, വർക്കല വഴി കയറി വരാം. അടിപൊളി പ്ലേസാണ് ഗൈസ്. എല്ലാവർക്കും കറങ്ങിപ്പോകാൻ. അതായത് മീനൊക്കെ വാങ്ങാൻ ഞാൻ ആ വന്ന വഴിയിൽ മീനൊക്കെ ഐസിടാത്ത മീനൊക്കെ മേടിക്കാൻ. വരുന്ന വഴിയൊന്നും എടുക്കാൻ പറ്റാഞ്ഞത് റോഡ് ഫുള്ള് ട്രാഫിക്കും റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ടാണ്. പിന്നെ ഞാൻ കണ്ണല്ലൂർ വരെയൊക്കെ നേരിട്ടത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്. അപ്പം ഞാൻ തിരുമുക്ക് നിന്ന് കയറുന്ന ലെഫ്റ്റ് എടുത്ത് നേരെ ഇങ്ങ് പോരുന്നതാണ്. അപ്പം ഞാൻ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ഈ കൊച്ച് ട്രാവലിംഗ് വീഡിയോ, അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം. ലൈക്കൊന്നും കിട്ടാറില്ല, അതുകൊണ്ടാണ് ചോദിച്ച് മേടിക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഇനി കൊല്ലത്തിൻ്റെ വേറെ ഏതെങ്കിലും സ്ഥലത്തെക്കുറിച്ച് അറിയാൻ കൊല്ലം ജില്ലക്കാരല്ലെങ്കിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ബൈ ഗൈസ്.